ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണ്. എനിക്ക് കുറച്ച് ചൂര മീൻ കിട്ടിയിട്ടുണ്ട്. അത് എല്ലാം പീസാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനതൊരു മുളകിട്ട കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി ഞാൻ ചെറിയ ഉള്ളി ഒരു കൈ എടുത്ത് കീറി അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, മുളക്, മല്ലിപ്പൊടി, കുരുമുളക്, ഉലുവാപ്പൊടി. നമുക്ക് ഇനി ഇതൊന്ന് തയ്യാറാക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഉള്ളി പച്ചമുളകെല്ലാം നല്ലപോലെ വരണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊടിവക ഇടുമ്പം കരിഞ്ഞു പോകാതിരിക്കാനാണ്. ഇതെല്ലാം കൂടെ ഒന്നിട്ട് ഇളക്കിയെടുക്കാം. മീനൊക്കെ വെളിച്ചെണ്ണ എത്ര ഒഴിച്ചാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ പ്രഷറൊക്കെ ഉള്ളവർ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുക. അത് രുചി ഇച്ചിരി കുറഞ്ഞാലും അസുഖങ്ങളൊന്നും ഉണ്ടാക്കാതെ നമുക്ക് നോക്കാം. ഇപ്പം പൊടിയെല്ലാം ഒന്ന് അനന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഞാനിപ്പോൾ ഇതിനും കോരി മാറ്റുവാണ്. നമുക്കിതൊന്ന് ആറുമ്പം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. ഇത് എൻ്റേതായിട്ടുള്ള റെസിപ്പിയാണ്. മുളകൊക്കെ ഓരോരോ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇതിലോട്ട് നമ്മൾ മീൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് മീൻ കഷ്ണം പറക്കിയിട്ട് കൊടുക്കാം. മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നാൽ അതിനകത്ത് ഇങ്ങനെ വെള്ളം ഊറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചരിച്ചിട്ട് കൊടുത്താൽ ആ വെള്ളവും കൂടെ അതിനകത്ത് വീഴും. അതുകൊണ്ട് പറക്കി തന്നെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം എപ്പോഴും. അതൊക്കെ വെള്ളമുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർക്കണം. അപ്പോൾ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് മാങ്ങ. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. നമുക്ക് മാങ്ങയും ഉപയോഗിക്കണമല്ലോ. വെറുതെ അടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാം. തോട്ടുപുളി ഇട്ടാൽ ഏറ്റവും സ്വാദാണ്. പക്ഷേ തോട്ടുപുളി എപ്പോഴും നമുക്ക് ഉപയോഗിക്കാം. മാങ്ങ സീസണിലല്ലേ എടുക്കാൻ നോക്കും. അപ്പോൾ ഞാനത് നല്ല മണമുള്ള മാങ്ങ ആയതുകൊണ്ട് എൻ്റെ തൊലി വലുതായിട്ട് ചെത്തിയിട്ടില്ല. പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങയോട് ഇട്ട് നമുക്ക് ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് വഴറ്റിയ സാധനങ്ങളെല്ലാം ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ്സാണ് ഉണ്ടാകുന്നത്. ടേസ്റ്റും കൂടും. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ വഴറ്റാനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തുള്ളൂ. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ വറ്റിച്ചെടുക്കാം. ഉണ്ടല്ലേ? അപ്പം ഇനി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരൊക്കെ നിൽപ്പുണ്ട്. ഈ വെള്ളം നമുക്ക് ഗ്രേവിക്കനുസരിച്ച് വറ്റിച്ചാൽ മതി. കണ്ടില്ലേ, നമ്മൾ ചില കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. அந்த മീനെല്ലാം നല്ലപോലെ കുറുകിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതിലേയും കുറുകണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൂടെ. ഇത് ചട്ടിക്കലമായതുകൊണ്ട്
നമ്മൾ തീ ഓഫ് ചെയ്താലും കുറേ നേരത്തേക്ക് ഈ തിള കാണും. അപ്പോൾ ഈ പരുവത്തിന് നമ്മൾ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ചൂരക്കറിയാണ്, ചൂരമുളക് ഇട്ടതാണ്. അപ്പം ഈ മഴയും പെയ്ത് കണ്ടുകൊണ്ട് നമുക്കൊരു നല്ല ഊണം സ്പെഷ്യലായിട്ട് ഉണ്ണാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. നമുക്ക് ഈ ഒരൊറ്റ മീൻകറി മതി. ചക്കപ്പുഴുക്കൻ്റെ കൂടെ, കപ്പയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, എന്തെങ്കിലും ചപ്പാത്തിയോ ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. പുട്ടും ഈ മീൻകറിയുടെ ഏറ്റവും നല്ലതാണ്. നല്ലൊരു ടേസ്റ്റാണ്. എന്താ ഒരു മണം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.